കരങ്ങളെ ചലിപ്പിച്ച് ഒന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യുക. എല്ലാവർക്കും ആ കരങ്ങളെ ചേർത്തടിച്ച് പരിസരം മറന്ന് ആ കർത്താവിനെ ഒന്ന് ആത്മാവിലൊന്ന് ആരാധിച്ച് സന്തോഷത്തോടെ ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കും. ഒരു പാട്ടിന്റെ ചില ചരണം പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിനിടോ കൂട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിനിടോ കൂട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്ത് എന്നും പുതുഗീതോ. മഹത്വരാധന സേനയൻ വീരനാ അഭയം താനവർക്കെന്നുമേ. മഹത്വരാധന സേനയൻ വീരനാ അഭയം താനവർക്കെന്നുമേ. വികരമാം ചെങ്കടലോ ഇസ്രായേൽ സൈന്യനിരയോ ഭീഷണിയായി മുൻപു പിൻപു പിരിപ്പെടു തേടുമ്പോൾ. വികരമാം ചെങ്കടലോ ഇസ്രായേൽ സൈന്യനിരയോ ഭീഷണിയായി മുൻപു പിൻപു പിരിപ്പെടു തേടുമ്പോൾ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്ത് എന്നും പുതുഗീതോ. മഹത്വരാധന സേനയൻ വീരനാ അഭയം താനവർക്കെന്നുമേ. മഹത്വരാധന സേനയൻ വീരനാ അഭയം താനവർക്കെന്നുമേ. ശക്തരായ രാജാക്കളോ സിയോനു പോകും വന്ന ശങ്ക വേണ്ട പിരിവേണ്ട. ശക്തൻ നായകൻ താ ശക്തരായ രാജാക്കളോ സിയോനു പോകും വന്ന ശങ്ക വേണ്ട പിരിവേണ്ട. ശക്തൻ നായകൻ താ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്ത് എന്നും പുതുഗീതോ. മഹത്വരാധന സേനയൻ വീരനാ അഭയം താനവർക്കെന്നുമേ. മഹത്വരാധന സേനയൻ വീരനാ അഭയം താനവർക്കെന്നുമേ. അഗ്നിരിന്റെ ദഹിപ്പിക്കില്ല നദിനിപ്പേ പവയുകില്ല. അഗ്നിയത് നാലാമൻ താനാടിമേ നടകൊണ്ടോണ്ട. അഗ്നിരിന്റെ ദഹിപ്പിക്കില്ല നദിനിപ്പേ പവയുകില്ല. അഗ്നിയത് നാലാമൻ താടിമേ നടകൊണ്ടോണ്ട. കോരിരുൾ പാതയിൽ നടന്ന വെളിച്ചമായവൻ നിനക്ക് കൂട്ടിയോ വരും താൻ പോലും പാടിയോ ഉടങ്ങും ആശ്വാസമാ. കോരിരുൾ പാതയിൽ നടന്ന വെളിച്ചമായവൻ നിനക്ക് കൂട്ടിയോ വരും താൻ പോലും പാടിയോ ഉടങ്ങും ആശ്വാസമായി. ഭൂമിയും പാടിയോ അഴിഞ്ഞു പോകോ നിലനിൽക്കും താൻ വചനോ.
ಮಾರು ಅವರು ದೇವರು ನನ್ನೋಡೆ ಯುಗ ಯುಗ ಅಂಗೇರಿದೆ ತೆಗೆ ಬಿಗೆಲ ನದಿ ಬೇಕಾವೆ ಹೋಗಿಲ್ಲ ಅಂಗಿಯಾದೆ ನಾರಾಮತ ಆಡಿವೆ ನಾಡಕೊಂಡೋದ ಅಂಗೇರಿದೆ ತೆಗೆ ಬಿಗೆಲ ನದಿ ಬೇಕಾವೆ ಹೋಗಿಲ್ಲ ಅಂಗಿಯಾದೆ ನಾರಾಮತ ಆಡಿವೆ ನಾಡಕೊಂಡೋದ ശങ്കരായ രാജാക്കളാ നീയോട് പോകുവന്ന സംഘവിട പിരിവിട സങ്കണ്ടനായകണ്ട രാജാക്കളാ നീയോട് പോകുവന്ന സംഘവിട മരണമേ നിന്നോടെ ജയമെവിടെ കുഞ്ഞാറ്റേരോ കുടരൻ മൈതർക്ക് സമ്മാരകൻ കടന്നു പോ പാതാളമേ മരണമേ നിന്നോടെ ജയമെവിടെ കുഞ്ഞാറ്റേരോ കുടരൻ മൈതർക്ക് സമ്മാരകൻ കടന്നു പോ ൊരു പാതയ നീ നടന്ന വെളിച്ചമായവൻ നിനക്ക്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം പോലും നമുക്ക് മാറ്റി വയ്ക്കാൻ അതിലില്ല. സത്യം പറഞ്ഞ നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും കാണാപ്പാഠമാണ് ആ സങ്കീർത്തനം, എല്ലാവർക്കും കാണാപ്പാഠമാണ്. പ്രത്യേകിച്ച് ഓരോ വാക്യങ്ങളും നമ്മുടെ ബലപ്പെടുത്തുന്ന വചനങ്ങളാണ്. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്, അവർക്കെല്ലാം മതഗ്രന്ഥങ്ങളുണ്ട്, ഇല്ലേ? ഓരോ മതങ്ങൾക്കും അവരുടേതായ നിലനിൽപ്പിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്. ഹൈന്ദവ മതത്തിന് അവരുടേതായ നിലനിൽപ്പിന് പുരാണങ്ങളുണ്ട്, ഉപപുരാണങ്ങളുണ്ട്, ഗീതയുണ്ട്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ. എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന അവർക്കാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ മുസ്ലിങ്ങൾക്ക് അവരുടേതായൊരു മതഗ്രന്ഥമുണ്ട്, അത് ഖുർആൻ എന്ന. അത് വളരെ ബഹുമാനിക്കുകയും ബഹുമാനിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യും. ഞാനും വായിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കുറേയേറെ കാര്യങ്ങൾ വായിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. എല്ലാം വായിച്ചിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ പലരും സുവിശേഷം പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ അറിവിന് വേണ്ടി ചിലരോടൊക്കെ ചോദിച്ചിട്ട് ആ ഭാഗങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടെ മതഗ്രന്ഥമെന്ന് പറയുന്നത് ഖുർആൻ എന്ന് പറയുന്നത്. അതുപോലെ പാഴ്സികൾക്ക് ഒരു മതഗ്രന്ഥമുണ്ട്, സെന്തഡ എന്ന് പറയുന്ന ഒരു മതഗ്രന്ഥമാണ് അവരുടെ മതഗ്രന്ഥം. അതുപോലെ തന്നെ ബുദ്ധമതത്തിന് ഒരു മതഗ്രന്ഥമുണ്ട്, ത്രിപിടകം എന്ന് പറയുന്നതാണ് അവരുടെ മതഗ്രന്ഥത്തിൻ്റെ പേര്. അപ്പോൾ ഓരോ മതങ്ങൾക്കും അവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട്. ആ മതത്തിൻ്റെ നിലനിൽപ്പിനും ആ മതത്തിൻ്റെ കാര്യങ്ങൾക്കും ആ മതത്തിൻ്റെ നിലനിൽപ്പിനും അതിൽ വിശ്വസിക്കുന്നവർക്കുള്ള ആ കാര്യങ്ങൾ ഒക്കെ അതിൻ്റെ മുൻപന്തിയിൽ നിന്നവരല്ലെങ്കിൽ അതിൻ്റെ ആചാര്യന്മാർ അല്ലെങ്കിൽ അതിൻ്റെ മുൻപന്തി ആ മതത്തെ രൂപീകരിച്ചവർ അതിൻ്റെ പുറകിൽ വന്നവരൊക്കെ എഴുതിയതും ഒക്കെയാണ്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഉള്ളത് ഒരു മതഗ്രന്ഥമല്ല. ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥം ബൈബിൾ എന്ന് പറഞ്ഞ് ചിലപ്പോൾ എല്ലാവരും പറയും, ക്രിസ്ത്യാനികളുടെ ഞങ്ങൾക്ക് ഖുർആൻ, അവർക്ക് ത്രിപിടകം, മറ്റവർക്ക് ഇത് അത്. ക്രിസ്ത്യാനികളുടേത് ബൈബിൾ എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥമല്ല. ബൈബിൾ 1600 വർഷങ്ങൾ കൊണ്ട്, ഏകദേശം ഒറ്റവാക്കിൽ പറഞ്ഞാൽ BC 1600 മുതൽ AD 100 വരെയുള്ള കാലഘട്ടങ്ങൾ,
1600 വർഷങ്ങൾ കൊണ്ട് 40 പരം എഴുത്തുകാരാൽ വിവിധ ഇടങ്ങളിലിരുന്ന് വിവിധ സ്ഥലങ്ങളിലിരുന്ന് എഴുതിയ ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം. പ്രൈസ് ലോ. ഇത് എഴുത്ത് ഒരാളല്ല. എല്ലാ പുസ്തകങ്ങൾക്കും ഒരു രചയിതാവാണ് കാണുന്നത്. എന്നാലേ അതിൻ്റെതായ ആശയങ്ങൾ ശരിയാകത്തുള്ളൂ. ഒരാൾ എഴുതിയാലേ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒത്തുവരത്തുള്ളൂ. ഈ ബൈബിൾ എഴുതിയത് ഒരു വ്യക്തിയോ 2 വ്യക്തിയോ 3 വ്യക്തിയോ അല്ല. ഒരാൾക്ക് എഴുതി തുടങ്ങിയിട്ട് തീർക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ എഴുതി തീർത്തു, അല്ലെങ്കിൽ കൊച്ചുമകൻ എഴുതി തീർത്തു എന്നതല്ല. 40 പരം വ്യക്തികൾ 1600 വർഷങ്ങൾ കൊണ്ട് പല ഭൂഖണ്ഡങ്ങളിലിരുന്നു കൊണ്ട് ഗ്രീക്ക്, അരാമ്യ, ഹീബ്രു എന്നീ 3 ഭാഷകളിൽ എഴുതിയ പുസ്തകമാണ് ഈ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മലയാളം എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷനാണ്. ബൈബിൾ എഴുതിയത് അരാമ്യ, ഗ്രീക്ക്, ഹീബ്രു എന്നീ 3 ഭാഷകളിലാണ്. അതിൻ്റെ ഒറിജിനൽ എഴുത്തെന്ന് പറയുന്നത് ഒറിജിനാലിറ്റി ഉള്ളത് ആ ഭാഷകളിലാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ട്രാൻസ്ലേഷനാണ്. അന്നത്തെയിൽ നല്ല ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടുവാനിടയായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി ട്രാൻസ്ലേഷനുകൾ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 1600 വർഷങ്ങൾ കൊണ്ട് 40 പരം എഴുത്തുകാരാൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്നു കൊണ്ട് ഏഷ്യ, ആഫ്രിക്ക, മറ്റു പല ഇടങ്ങളിലിരുന്നു കൊണ്ട് എഴുതി തീർത്ത ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന പുസ്തകം. പ്രൈസ് ലോ. ഇതിൽ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, പാവപ്പെട്ടവരും എഴുതിയിട്ടുണ്ട്, മുക്കുവന്മാർ എഴുതിയിട്ടുണ്ട്, ഡോക്ടർമാർ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ലോ. ആമേൻ. വിദ്യാഭ്യാസം ഉള്ളവർ എഴുതിയിട്ടുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവർ എഴുതിയിട്ടുണ്ട്. ഇത് കാട്ടിൽ വച്ചെഴുതിയിട്ടുണ്ട്, കൊട്ടാരത്തിൽ വച്ചെഴുതിയിട്ടുണ്ട്, വീട്ടിൽ വച്ചെഴുതിയിട്ടുണ്ട്, ജയിലിൽ വച്ചെഴുതിയിട്ടുണ്ട്. ഈ ബൈബിൾ എഴുതാൻ പലരും പല സ്ഥലങ്ങളാണ്. ദാവീദ് കാട്ടിൽ വച്ചെഴുതി, പൗലോസ് കാരാഗ്രഹത്തിൽ ജയിലിൽ വച്ചെഴുതി, ദാവീദ് കൊട്ടാരത്തിൽ വച്ചെഴുതി. ആമേൻ. അതുപോലെ മോശ വനാന്തരങ്ങളിലിരുന്നു കൊണ്ടൊക്കെ എഴുതി. പല ഇടങ്ങളിലിരുന്നു കൊണ്ടാണ് ബൈബിൾ എഴുതുവാനിടയായി തീർന്നത്. പല വ്യക്തികൾ പലയിടങ്ങളിൽ 60 തലമുറ ഈ ബൈബിളിൻ്റെ എഴുത്തിൻ്റെ അകത്തുണ്ട്. 60 തലമുറ. മനസ്സിലോ? ഒരു തലമുറ മാറുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളൊക്കെ ജനിച്ച സമയത്തുള്ള കാര്യമല്ല ഇന്ന്, അല്ലേ? നമ്മുടെ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും അവരുടെ കൊച്ചു സമയം, അല്ലെങ്കിൽ അവിടെ ജനനിച്ച സമയം, അല്ലെങ്കിൽ അവർക്ക് ഓർമ്മ വെച്ച സമയവും ഇപ്പം ഉള്ള സമയവും വെച്ച് നോക്കിയാൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. നമ്മുടെ അപ്പച്ചന്മാരെ ഭൂമിയിലോട്ട് വിളിച്ചാൽ അവർ മൂക്കത്ത് കൈവയ്ക്കും, അവർ അന്തം വിട്ടുപോകും. കാരണം അവർ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അവർക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇന്ന് തലമുറകൾ അനുഭവിക്കുന്നത്. അവർക്ക് ഒരു അറിവുമില്ലാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തലമുറ പോയപ്പോൾ തന്നെ കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ മാറി. ഇനി ഒരു 10-20 വർഷം കൂടി പോയാൽ എന്തായിരിക്കുമെന്നൊന്നും നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ 60 തലമുറ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങ് ശിലായുഗം, ആ സമയം തൊട്ട് ആമേൻ സ്തോത്രം ഇഞ്ഞു വരെ ഉള്ള മനുഷ്യരെഴുതി. പക്ഷേ ബൈബിളിൽ ഈ 60 തലമുറകൾക്കകത്ത് 40 പരം എഴുത്തുകാരാൽ പല ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതിയിട്ടും ബൈബിളിനൊരു തെറ്റെന്ന് വരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ അതിന് പാരിതോഷികം അമേരിക്കൻ ഗവൺമെന്റ് ഒരിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ബൈബിളിൻ്റെ ഒരു തെറ്റ് കണ്ടുപിടിച്ചു തന്നാൽ. കാരണം എന്തെന്ന് ചോദിച്ചാൽ 40 പരം വ്യക്തികളാൽ എഴുതിയതാണെങ്കിലും ഇതിൻ്റെ പുറകിൽ അവരെയൊക്കെ ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. ദൈവത്തിൻ്റെ നിയന്ത്രണവും നിയോഗപ്രകാരമാണ് വിശുദ്ധ ബൈബിൾ എഴുതുവാനിടയായി തീർന്നത്. ദൈവത്തിൻ്റെ നിയന്ത്രണവും നിയോഗപ്രകാരമാണ് ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടുവാനിടയായി തീർന്നത്. അതുകൊണ്ട് മാനവകുലത്തിന്, മനുഷ്യവർഗത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡോക്ടർ അംബേദ്കർ ഒരു ഭരണഘടന എഴുതി തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ജനം എങ്ങനെ ആയിരിക്കണമെന്നും
നമ്മുടെയൊക്കെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണെന്നുമൊക്കെ ഒരു നല്ലൊരു ഭരണഘടന ഇന്ത്യക്ക് ഡോക്ടർ അംബേദ്കർ എഴുതി തന്നതുപോലെ സ്വർഗത്തിലെ ദൈവം മഹാദൈവം മനുഷ്യനായി ജാതി മത വർണ്ണ വർഗ വ്യത്യാസമെന്നേ ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ ജൈനനെന്നോ ബുദ്ധമതത്തിൽപ്പെട്ടവനെന്നോ ഏതു മതത്തിൽപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ മാനവകുലത്തിന് മനുഷ്യവർഗത്തിനു വേണ്ടി സർവശക്തനായ ദൈവം എഴുതി തന്ന ഒരു ഭരണഘടനയാണ് വിശുദ്ധ ബൈബിൾ. ഇതൊരു മതഗ്രന്ഥം അല്ലേ? അല്ല. ഹല്ലേലൂയ. ഒരു കാലത്ത് ഞാനും വിശ്വസിച്ചിരുന്നു ഇതൊരു മതഗ്രന്ഥമാണ്, ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകമാണ്, ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതാണ്, ഇത് ഞാനും കാരണം ഒരു ഹൈന്ദവ അനുഭവത്തിൽ നിന്നാണ് ഈ യേശുവിനെ ശരിക്കും അറിയുവാനിടയായി. ഞാൻ ജനിച്ചത്, ഞാൻ വളർന്നതൊക്കെ ഒരു വ്യത്യസ്ത അനുഭവത്തിലായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് ദൈവവുമായിട്ടോ ദൈവവചനവുമായിട്ടോ ഒരു ബന്ധമില്ലായിരുന്നു. പക്ഷേ ഇത് പഠിക്കാൻ എൻ്റെ 16-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് തേനിനേക്കാൾ തേൻകട്ടയാണ്. ഇത് ആമേൻ സ്തോത്രം, നാവിന് കയ്പാണെങ്കിലും ഉദരത്തിന് മധുരമാണ്. ആമേൻ. കാരണം ഇത് ദൈവത്തിൻ്റെ തിരുവെഴുത്തായത് കൊണ്ടാണ് നമുക്കിത് മധുരമായി തീരുന്നത്. അപ്പോൾ ഇത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മതഗ്രന്ഥമല്ല. വിശുദ്ധ ബൈബിൾ സത്യവേദ പുസ്തകത്തിന് സ്ഥാനമില്ലാത്ത ഒരിടവുമില്ല. വിശുദ്ധ ബൈബിളിനും സത്യവേദ പുസ്തകത്തിനും എല്ലായിടത്തിലും സ്ഥാനമുണ്ട്, കുടിൽ തൊട്ട് കൊട്ടാരം വരെ. ഹല്ലേലൂയ. എൻ്റെ വീട് മുതൽ കോടതി വരെ ഈ ബൈബിൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ ബൈബിളിന് സ്ഥാനമുണ്ട്. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പേര് വിശ്വസിക്കുന്നു, കാരണം ഇത് ജീവന്റെ വചനമായതുകൊണ്ടാണ്. ഇതിൽ വിശ്വസിച്ചവര് നശിച്ചു പോയിട്ടില്ല. ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചു തീരുമാനിച്ചിറങ്ങിയവരെയും രക്ഷിച്ച ഒരു മാർഗമുണ്ടെങ്കിൽ, രക്ഷിച്ച ഒരു സന്ദേശമുണ്ടെങ്കിൽ, രക്ഷിച്ച ഒന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ ബൈബിളാണ്. കേട്ടോ പ്രിയരെ, ഈ വിശുദ്ധ വചനമാണ്, ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഒരിക്കൽ ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടയർ ഒരിക്കൽ ഇപ്രകാരം വിളിച്ചു പുലമ്പി: ഒരു 100 വർഷം കഴിഞ്ഞാൽ ബൈബിൾ ലോകത്തിൽ കാണത്തില്ല. വോൾട്ടയറിൻ്റെ കാലത്ത് തൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഒരു 100 വർഷത്തിനകം ഈ ബൈബിളിനെ ഞാൻ തീർക്കും, ബൈബിളിനെ അവസാനിപ്പിക്കും, ബൈബിൾ ഭൂമുഖത്ത് കാണത്തില്ല എന്ന് തത്വചിന്തകനായ വോൾട്ടയർ ഒരിക്കൽ വിളിച്ചു പുലമ്പി. താൻ എവിടെ ഇരുന്ന് പറഞ്ഞു? ആ കൊട്ടാരൻ ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി. താൻ ചായ ഇട്ട് കുടിച്ച അടുക്കള വരെയും പെയിന്റ് അടിച്ച് ബൈബിളിന്റെ കൂമ്പാരമാക്കി മാറ്റി. ബൈബിളിന്റെ കൂമ്പാരമായി മാറി. 10 വർഷം കഴിഞ്ഞപ്പോ ആ പറഞ്ഞ വ്യക്തി ഇപ്രകാരം പറഞ്ഞു: ഓ ദൈവമേ, യേശുവേ, ഞാൻ മനുഷ്യനാലും ദൈവത്താലും കൈവിടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുവാനിടയായി. അവസാനം തൻ്റെ മരണക്കിടക്കയിൽ ഒരു നേഴ്സ് തന്നെ ശുശ്രൂഷിക്കുവാൻ വന്നിട്ട് ആ വ്യക്തിയുടെ അവസാന നിമിഷം കണ്ടു നിൽക്കുവാൻ കഴിയാതെ ആ നേഴ്സ് ഇപ്രകാരം പറഞ്ഞു: യൂറോപ്പിലെ സകല നിക്ഷേപങ്ങൾ എനിക്ക് തന്നാലും ഒരു നിരീശ്വരന്റെ മരണം മുഖാമുഖമായി ഇനി കാണാൻ ഇടവരുത്തരുതേ. അത്രയ്ക്ക് ഭയാനകരമായിരുന്നു, അത്രയ്ക്ക് ഭീതി ഉളവാക്കുന്നൊരു അനുഭവമായിരുന്നു. വോൾട്ടയറിന്റെ അവസാനത്തെ നിമിഷം ബൈബിളിനോട് വെല്ലുവിളിച്ച, ബൈബിളിനെതിരായി പുലമ്പിയ വ്യക്തിയുടെ അവസാനം എന്ന് പറയുന്നത്. ഒരിക്കൽ നെപ്പോളിയൻ ബോണപാർട്ട് ഇപ്രകാരം പറഞ്ഞു: ബൈബിൾ കേവലം ഒരു പുസ്തകമല്ല, ബൈബിൾ കേവലം ഒരു പുസ്തകമല്ല, ഇത് പ്രവർത്തന ശേഷിയുള്ള ഒരു ആളത്വമാണ്, ഇത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ബൈബിൾ. മനുഷ്യ ഹൃദയങ്ങളെ, ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, നേർവഴി നടത്തുന്ന, നിഷ്ഠൂരന്മാരെ നിഷ്കളങ്കികളാക്കി മാറ്റുന്ന, കുലപാതകന്മാരെ
കുഞ്ഞാടുകളാക്കി മാറ്റുന്ന, ഉപദ്രവികളെ ഉപകാരികളാക്കി മാറ്റുന്ന ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. കുലപാതകികളെ കുഞ്ഞാടുകളാക്കി മാറ്റുന്ന, ഉപദ്രവികളെ ഉപകാരികളാക്കി മാറ്റുന്ന, നിഷ്ഠൂരന്മാരെ നിഷ്കളങ്കകളാക്കി മാറ്റുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ബൈബിൾ എന്നാണ് വിളിച്ചു പറയുവാൻ. അതേ പ്രിയരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം കുഞ്ഞാടുകളായിട്ട് ജനിച്ചവരൊന്നും അല്ല. നമ്മളൊക്കെ പൊടിക്കേണ്ടതുപോലെ പൊടിച്ചു അരിയല്ല പലതും. അവസാനം ഈ ബൈബിളിൻ്റെ മുമ്പിലാണ് നമ്മൾ അടിയറ വച്ചത്. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ബൈബിൾ നിയന്ത്രിച്ചിട്ടുണ്ട്. പട്ടാളത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ബൈബിൾ നിയന്ത്രിച്ചിട്ടുണ്ട്. സ്തോത്രം. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവരെ, അല്ലെങ്കിൽ അധികാരികൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ബൈബിൾ നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരിക്കൽ ചിങ്ങവനം സുരേഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. എൻ്റെ ജ്യേഷ്ഠനോടുകൂടെ ഒരു കൺവെൻഷൻ എൻ്റെ ജ്യേഷ്ഠൻ പ്രസംഗിക്കുന്നു ചെങ്ങന്നൂരിനടുത്ത്. ഞാൻ കൂടെ പോയി. എൻ്റെ ജ്യേഷ്ഠൻ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുൻപ് അവിടുത്തെ സംഘാടകൻ ഇപ്രകാരം പറഞ്ഞു, ഒരു കൊച്ചു സാക്ഷ്യം നമുക്ക് കേട്ടിട്ട് മെസ്സേജ് കേൾക്കാം. അങ്ങനെ സാക്ഷ്യം പറയുവാൻ വേണ്ടി ചിങ്ങവനം സുരേഷ് എന്ന് പറയുന്ന ഒരു സഹോദരനെ വേദിയിലേക്ക് ക്ഷണിച്ചു. നമ്മുടെ വർത്തമാന പത്രങ്ങളിലെ TV ന്യൂസുകളിൽ ഒരു സമയത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു ചിങ്ങവനം സുരേഷ്. ആ വ്യക്തി സാക്ഷി പറയാൻ വന്നു. പറഞ്ഞത് ഇപ്രകാരമാണ്: തനിക്കൊരു വലിയൊരു സംഘമുണ്ടായിരുന്നു, താൻ ഒരു സംഘത്തിൻ്റെ നേതാവായിരുന്നു, ഒരുപാട് കാര്യങ്ങളെല്ലാം താൻ ചെയ്തു. അവസാനം പോലീസ് പിടിച്ച് ഏകദേശം 27 ക്രിമിനൽ കുറ്റമുള്ള ഒരു വ്യക്തിയായിരുന്നു, കൊലപാതകം ഉൾപ്പെടെ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി. പോലീസ് ശരിക്കും പെരുമാറി, 3-ാം മുറ ഉപയോഗിച്ചു, എല്ലാം ചെയ്തു. ചിങ്ങവനം സുരേഷിൻ്റെ വായിൽ നിന്ന് ഒരു സത്യവും പുറത്തു വന്നില്ല. 3 ദിവസം അവന് 3-ാം മുറ ഉപയോഗിച്ചു. എന്നിട്ടും അവൻ്റെ വായിൽ നിന്ന് കൂടെ നിന്നവരെ കുറിച്ചൊരു കാര്യം പറഞ്ഞില്ല, താൻ ചെയ്ത തെറ്റും പറഞ്ഞില്ല. ഇടിച്ചിഞ്ചപ്പരുവമാക്കി. അവസാനം ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ വലിയ ഇരുട്ടറയിലേക്ക് ചിങ്ങവനം സുരേഷിനെ ഇട്ടു. 3 ദിവസത്തേക്ക് വെള്ളവും ആഹാരവും കൊടുക്കണ്ട. താൻ പറഞ്ഞ സാക്ഷ്യമാണേ, എൻ്റെ അനുഭവമല്ല. ഞാനത് അന്ന് ഏകദേശം 10-20 വർഷം മുമ്പ്, ഞാൻ 10-15 വർഷം മുമ്പ് കേട്ട കാര്യമാണ്. അതാ ഞാൻ പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ അത് ടച്ച് ചെയ്തു. ഞാൻ പലയിടത്തുമൊക്കെ ഇത് പറഞ്ഞിട്ടുമുണ്ട്. ആ സഹോദരനെ 3 ദിവസത്തേക്ക് പോലീസ് അധികാരികൾ സെല്ലിലേക്ക് അടച്ചു. വെള്ളം കൊടുക്കണ്ട, ആഹാരം കൊടുക്കണ്ട, ഇരുട്ടറി. അവൻ സത്യം പറയുമോ എന്ന് നോക്കട്ടെ എന്ന് ഇട്ടിട്ട് അധികാരികൾ പോയി. ഇവനെ സൂക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് വൈകുന്നേരമായപ്പോൾ ഒരു അലിവ് തോന്നി. അടുത്ത ചായക്കടയിൽ പോയി 3 ദോശ മേടിച്ചു പൊതിഞ്ഞുകൊണ്ട് ആ സെല്ലിൽ കിടക്കുന്ന ചിങ്ങവനം സുരേഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, മോനെ, എനിക്കുമുണ്ട് 2 മക്കൾ. നീ വെള്ളം കുടിക്കാതെ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് ഭാരമാ. എന്തെങ്കിലും ചെയ്തെങ്കിൽ നീ ആ പോലീസിനോട് തുറന്നു പറഞ്ഞ് നീ രക്ഷപ്പെട്, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ശിക്ഷ വാങ്ങിച്ച് നീ ഇവിടെ നിന്ന് പോ. എനിക്കിത് കാണാൻ പറ്റുന്നില്ല. നീ ഈ ദോശ പെട്ടെന്ന് കഴിച്ച പേപ്പറങ്ങ് കള. ആരെങ്കിലും കണ്ടാൽ എൻ്റെ തലയും ജോലിയും പോകുന്ന കാര്യമാണ് എന്ന് കൂട്ടിച്ചേർത്ത് ഒന്നും അറിയാത്തതുപോലെ മാറി നിന്ന് വിഷന്നു പൊരിഞ്ഞു കിടന്ന ചിങ്ങവനം സുരേഷ് കിട്ടിയ 3 ദോശയും ഒറ്റയടിക്കുക അകത്താക്കി ഒന്നും അറിയാത്ത പോലെ കിടന്നു. നട്ടുച്ചയായപ്പോൾ അരണ്ട വെളിച്ചം ആ സെല്ലിൻ്റെ അകത്തേക്ക് ഇറങ്ങിയപ്പോൾ കിടന്നും ഇരുന്നും ബോറടിച്ച ചിങ്ങവനം സുരേഷ് നോക്കിയപ്പോൾ തനിക്ക് ദോശ പൊതിഞ്ഞുകൊണ്ട് വന്ന ഒരു ചെറിയ തുണ്ട് പേപ്പർ അതിനെ തൻ്റെ കണ്ണിൽ പെട്ടു. അത് താൻ എടുത്ത് നിവർത്തി വായിക്കാൻ തുടങ്ങി. അത് മറ്റൊന്നുമല്ലായിരുന്നു, ആരോ കൊടുത്ത ഒരു ട്രാക്റ്റ് ആയിരുന്നു ആ കടയിൽ. ആ ട്രാക്റ്റിലാണ് ദോശ പൊതിഞ്ഞ് ചിങ്ങവനം സുരേഷിന് കൊടുത്തത്. ഒന്നും വായിക്കാൻ കയ്യിലില്ലാതിരുന്നത് കൊണ്ട് ആ കിട്ടിയ ട്രാക്റ്റിനെ ആർത്തിയോടെ വായിച്ചു കഴിഞ്ഞപ്പോൾ സെല്ലിനകത്തൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു ഏങ്ങൽ ശബ്ദം കേൾക്കുകയാണ്. തൻ്റെ സൂക്ഷിപ്പുകാരനായ പോലീസ് ആ സെല്ലിൻ്റെ അകത്തേക്കൊന്ന് നോക്കിയപ്പോൾ ചിങ്ങവനം സുരേഷ് കഴിഞ്ഞ ദിവസം പോലീസ് കുനിച്ചു നടത്തി ഇടിച്ചിട്ടും ഒരക്ഷരം വായി നിന്നും മിണ്ടാത്തവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിക്കുകയാണ്, കരയുകയാണ്,
കണ്ണുനീരൊഴുക്കുകയാണ്. എന്താ സുരേഷ് എന്ന് ചോദിച്ചപ്പോ ആ പോലീസുകാരനോട് ചിങ്ങവനം സുരേഷ് പറഞ്ഞു, സാറേ എന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് കൊണ്ടുപോക്കെ, ഞാൻ ചെയ്തതെല്ലാം ഏറ്റു പറയാം. അദ്ദേഹം കേട്ട മാത്രമായി കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം ഏറ്റു പറഞ്ഞ് എന്തെങ്കിലും ശിക്ഷ വാങ്ങിച്ച് രക്ഷപ്പെടാൻ. താൻ വിചാരിച്ചു താൻ പറഞ്ഞതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കരയുന്നതായിരിക്കുമെന്ന് ചിന്തിച്ച് ഓടിപ്പോയി ഓഫീസിൽ പറഞ്ഞു, ചിങ്ങവനം സുരേഷ് എല്ലാ കുറ്റവും സമ്മതിക്കാമെന്ന് പറഞ്ഞു എന്ന്. അദ്ദേഹത്തെ ഇഞ്ഞു വരുത്താൻ കൊണ്ടുവന്നു. അധികാരിയോട് പറഞ്ഞു, സാറേ തെറ്റുപറ്റി, സാറിൻ്റെ ഉപദ്രവങ്ങൾക്കോ മൂന്നാം മുറയ്ക്കോ എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഒരു കാര്യം പുറത്തെടുക്കാൻ പറ്റത്തില്ല. എന്നെ ഇവിടെ ഇപ്പോൾ ഈ ഇറച്ചിക്കട്ടയിൽ വച്ച് ഇറച്ചി വെട്ടുന്നത് പോലെ കൊതുകുതാ വെട്ടിയാലും ഞാൻ ചെയ്തതോ എൻ്റെ കൂടെ ഉള്ളവർ ചെയ്തതോ ഞാൻ പറയത്തില്ല, അതെനിക്കുറപ്പാ. പക്ഷേ അല്പ മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. ഇതാ ഈ പേപ്പറിൽ കാണുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി. ഈ ട്രാക്റ്റ് ഞാൻ വായിച്ചപ്പോ ഞാനൊരു പാപി എന്നെനിക്ക് ബോധം വന്നു. ഈ ട്രാക്റ്റ് ഞാൻ വായിച്ചപ്പോ ഞാൻ കൊടും ക്രിമിനൽ എന്നെനിക്ക് ബോധം വന്നു. ഞാൻ ചെയ്തതെല്ലാം പറയാം. കണ്ടോ, ഒരു കൊടും ക്രിമിനലിനെ രൂപാന്തരപ്പെടുത്തിയത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരല്ല. ഒരു കൊടും ക്രിമിനലിനെ രൂപാന്തരപ്പെടുത്തിയത് ഇവിടുത്തെ മത നേതാക്കന്മാരല്ല. ഒരു കൊടും ക്രിമിനലിനെ രൂപാന്തരപ്പെടുത്തിയത് ഇവിടുത്തെ യാതൊരു ക്രമീകരണങ്ങളോ സജ്ജീകരണങ്ങളോ അല്ല, ഒരു ഈസങ്ങളുമല്ല. ഒരു കൊടും ക്രിമിനലായ ചിങ്ങവനം സുരേഷിനെ ഒരു പച്ച മനുഷ്യനാക്കി മാറ്റിയത് ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗലോകത്തെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33 തിരുവയസ്സ് വരെ ജീവിച്ച് പാപികൾക്ക് പാപമോചനം കൊടുത്ത് രോഗികൾക്ക് രോഗസൗഖ്യം കൊടുത്ത് മരിച്ചവരെ ഉയർപ്പിച്ച് നാടെങ്ങും നന്മ ചെയ്ത നസ്രേനായ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആമേ, ഉപകാരിയാക്കി മാറ്റുന്നത്, ഉപദ്രവികളെ ഉപകാരിയാക്കി മാറ്റുന്നത്, നിഷ്ഠൂരന്മാരെ നിഷ്കളങ്കികളാക്കി മാറ്റുന്നത്, കുലപാതകികളെ കുഞ്ഞാടാക്കി മാറ്റുന്നത് സത്യവേദ പുസ്തകമാണ്, ദൈവത്തിൻ്റെ വചനമാണ്, കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. പ്രിയരെ, എത്രയെത്ര സാക്ഷ്യങ്ങൾ പറയുവാൻ കഴിയും, എത്രയെത്ര സാക്ഷ്യങ്ങൾ എനിക്ക് പറയുവാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയും, നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി കഴിയും. അതെ, ഇന്നു പകൽ ഒരു കാര്യം ഞാൻ പറയാം. ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ല, ഇത് ഒരു വിഭാഗത്തിൻ്റെ പുസ്തകമല്ല, ഇത് മാനവകുലത്തിനു വേണ്ടി, മനുഷ്യവർഗത്തിനു വേണ്ടി, ലോകത്തിലെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമെന്നെ സകലർക്കും വേണ്ടി മഹാദൈവം മനസ്സലിഞ്ഞു തന്ന ഒരു ഭരണഘടനയാണ്. അപ്പൻ മക്കളോട് എങ്ങനെ ആയിരിക്കണം, മക്കൾ അപ്പനോട് എങ്ങനെ ആയിരിക്കണം, സഹോദരനോട് സഹോദരി എങ്ങനെ ആയിരിക്കണം, സഹോദരിയോട് സഹോദരൻ എങ്ങനെ ആയിരിക്കണം, അധികാരികളോട് പ്രജ എങ്ങനെ ആയിരിക്കണം, പ്രജയോട് അധികാരികൾ എങ്ങനെ ആയിരിക്കണം, പാസ്റ്റർ വിശ്വാസിയോട് എങ്ങനെ ആയിരിക്കണം, വിശ്വാസികൾ പാസ്റ്ററോട് എങ്ങനെ ആയിരിക്കും, എല്ലാം ഇതിനകത്തുണ്ട്. ഒരു മനുഷ്യന് ജീവിക്കുവാനുള്ള എല്ലാം, ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ളതെല്ലാം സ്വർഗത്തിലെ ദൈവം ഇതിൽ വച്ചിട്ടുണ്ട് എന്നതാണ് വേറൊരു സംഗതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മുഖവര ഞാൻ നിർത്തുകയാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം പറയാൻ വേണ്ടി ഞാൻ കയറി പറഞ്ഞ് നിർത്താം. ഹല്ലേലൂയ. ഈ വായിച്ച ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ സത്യവേദ പുസ്തകത്തിൻ്റെ അകത്ത് നിന്നാണ് ഞാനൊരു വചനം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഇതൊരു കഥയല്ല, അമ്മുമ്മ കഥയല്ല, കടങ്കഥയല്ല, കള്ളക്കഥയല്ല. ഇത് ഐതിഹ്യങ്ങളല്ല, ചരിത്രങ്ങളാണ്, പ്രവചനങ്ങളാണ്. സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, സംഭവിച്ചു കഴിഞ്ഞ് സംഭവിക്കുവാനുള്ളതാണ് ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് നമുക്ക് ആശ്വാസം പകർന്നു തരുന്ന ഒന്നാണ്. ഇത് നമുക്ക് ആശ്വാസം തരുന്ന ഒന്നാണ്. ഇതിൻ്റെ ഓരോ വചനങ്ങൾ നമുക്ക് ആശ്വാസം പകർന്നു തരും. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ നമ്മുടെയൊക്കെ അഹങ്കാരം എന്ന് പറയുന്നത് അപ്പനുണ്ട്, അമ്മയുണ്ട്, എനിക്ക് സഹോദരനുണ്ട്, സഹോദരിയുണ്ട്,
ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് പലരുടെയും അഹങ്കാരം, അല്ലെങ്കിൽ പലരുടെയും ചിന്ത. ഞാനൊരു കാര്യം പറയാം, ഇതെല്ലാം നമ്മളെ വിട്ടു പോകുന്ന ഒരു സമയമുണ്ട്. അപ്പനും പോകും, അമ്മയും പോകും, മക്കളും പോകും, ഭാര്യയും പോകും, ഭർത്താവും പോകും, പാസ്റ്ററും പോകും, ശ്വാസികളും പോകും. ആർക്കും നമ്മുടെ കൂടെ മരണം വരെ നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിച്ചാൽ, ഈ ഭൂമിയിലെ അപ്പൻ നമ്മളെ വിട്ടുപോയാലും ഈ ബൈബിളിൽ ഒരപ്പനുണ്ട്. ഹല്ലേലൂയ. ഈ ബൈബിളിൽ ഒരപ്പനുണ്ട്. അപ്പന് തുല്യമായി അപ്പനേക്കാൾ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ. ഹല്ലേലൂയ. ഭൂമിയിലെ അപ്പന് പരിധികളും പരിമിതികളും ഉണ്ട്. ഭൂമിയിലെ അപ്പന് നിന്നെ സ്നേഹിക്കാൻ പരിധിയുണ്ട്. ഭൂമിയിലെ അപ്പന് നിന്നെ കരുതാൻ പരിധിയുണ്ട്. ഭൂമിയിലെ അപ്പന് ചിലപ്പോൾ നമ്മളെ എന്നെ നിങ്ങളെ ഒക്കെ കരുതാൻ പരിധികളും പരിമിതികളും ഉണ്ട്. എന്നാൽ പരിമിതിയില്ലാത്ത ഒരപ്പൻ ബൈബിളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതാണ് അപ്പൻ്റെ സ്നേഹം. വായിച്ചേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 103 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചേ. 103 13 ഒന്ന് വായിച്ചേ. ഇത് ബൈബിളിൽ നിന്നുള്ളൊരു വചനമാണ്. സങ്കീർത്തനം ബൈബിളിന്റെ നടുവിലത്തെ പുസ്തകം. 150 സങ്കീർത്തനമുണ്ട്. അതിൽ 103 13 വാക്യമാണ് ഞാൻ വായിച്ചത്. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് ആ അപ്പന്റെ സ്നേഹം എന്ന് പറയുന്നത് ചെറിയ സ്നേഹം അല്ല. നല്ലൊരപ്പനാണെങ്കിൽ മക്കൾ അപ്പനെ വിട്ടു പോകത്തില്ല. അപ്പന്മാരുണ്ട് ഒരുപാട്. എൻ്റെ ഈ ശുശ്രൂഷയിലെ ഞാൻ 25ാമത്തെ വർഷമാണ് ഈ ശുശ്രൂഷയിലേക്ക് നിലനിൽക്കുന്നത്. ഇത് 25ാമത്തെ വർഷമാണ് എൻ്റെ ശുശ്രൂഷ കാലയളവിൽ. ഞാൻ ഒരുപാട് കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോയിട്ടുണ്ട്. ഒരുപാട് അപ്പൻ്റെയും മക്കളുടെയും വിഷയങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബജീവിതങ്ങൾ ക്രമീകരിക്കാൻ രാത്രികൾ പകലാക്കി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കുറേയേറെ അനുഭവം ദൈവം തന്നിട്ടുണ്ട്. സഭാ ശുശ്രൂഷയും കൂടെ ആയതുകൊണ്ട് അപ്പോൾ പല കുടുംബങ്ങളിലെയും അപ്പൻ്റെയും മക്കളുടെയും സ്നേഹവും ബന്ധവും എനിക്ക് ആഴമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു മക്കളുടെയും ശരിക്കുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പൻ നന്നായി സ്നേഹിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൻ്റെ സ്നേഹം കിട്ടാത്ത ഒത്തിരി പേര് ആമേൻ്റെ മുമ്പിലുണ്ട് കേട്ടോ. ആമേ, അവരെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പനുണ്ടായിട്ടും അപ്പൻ്റെ സ്നേഹം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, അപ്പനെ ഒന്ന് കണ്ണാൽ കാണാൻ കഴിയാതെ, അപ്പൻ്റെ സ്നേഹവും ലാളനയും ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ ആയിപ്പോയ ഒരുപാട് പേരുണ്ട്. എനിക്കും ഉണ്ടായിരുന്നൊരപ്പൻ. കഴിഞ്ഞ 4-5 മാസം കൊണ്ട് എൻ്റെ അപ്പൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു ഭാരം വരുമ്പോൾ, എനിക്കൊരു വേദന വരുമ്പോൾ, എനിക്ക് നിൽക്കാൻ പറ്റാത്ത ശുശ്രൂഷ മണ്ഡലത്തിലൊരു പ്രതികൂലം വരുമ്പോൾ ഞാൻ ആദ്യം പോകുന്നത് എൻ്റെ ചേട്ടൻ്റെ അടുത്തല്ല. ഞാൻ ആദ്യം പോകുന്നത് എൻ്റെ അമ്മയുടെ അടുത്തല്ല. ഞാൻ ആദ്യം പോകുന്നത് എന്നെ കൃപയിൽ കൊണ്ടുവന്ന, എനിക്ക് വചനം പറഞ്ഞു തന്ന ആരുടെ അടുത്തല്ല, എൻ്റെ അപ്പൻ്റെ അടുത്ത. ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട് നേരെ അപ്പൻ്റെ അടുത്ത് പോകും. അപ്പനോട് പറയും, അപ്പ ഒരു വിഷയമുണ്ട്, ഒരു ഭാരമുണ്ട്, ഒരു പ്രശ്നമുണ്ട്, ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് തരണമെന്ന് പറഞ്ഞ് ആ അപ്പൻ്റെ കട്ടിലിൻ്റെ താഴെ ഞാൻ മുട്ടുമടക്കി എൻ്റെ അപ്പൻ്റെ കൈ ബലഹീനമായ സമയത്തും ഞാൻ എടുത്ത് എൻ്റെ തലേ വച്ച് 2 സ്തോത്രം പറഞ്ഞു താ അപ്പ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പൻ പ്രാർത്ഥന ശരിക്കും ഉരുവിടാൻ പോലും പറ്റാതെ ബലഹീനമായി കിടന്ന സമയത്ത് ചില വേദനകളോടുള്ള ബന്ധത്തിൽ ഞാൻ പോയി അപ്പൻ്റെ കട്ടിലിൻ്റെ അടുത്ത് പോയിരുന്ന് ആ കൈയെടുത്ത് തലേ വച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് 2 വാക്ക് പ്രാർത്ഥിച്ചു തരാൻ പറഞ്ഞ് എൻ്റെ അപ്പ എൻ്റെ തലേ കൈവച്ച് സ്വോത്രം സ്വോത്രം പറഞ്ഞേ ഉള്ളൂ. എൻ്റെ ഭാരങ്ങൾ മാറിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം തൊട്ടതുപോലെ ഒരു ഫീല് എനിക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വേദന കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, എൻ്റെ ഭാരം, പ്രയാസം, വേദന വരുമ്പോൾ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൻ്റെ അടുത്ത് പോയി ഒന്ന് കിടക്കാമായിരുന്നു.
അപ്പൻ്റെ അടുത്ത് പോയി ഒന്ന് ഇരിക്കാമായിരുന്നു. എൻ്റെ അപ്പൻ വലിയ പാസ്റ്ററൊന്നും അല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പോടെ ചങ്കുറപ്പോടെ പറയാൻ കഴിയൂ, എൻ്റെ അപ്പൻ ഒരു വിശുദ്ധനും വിശ്വസ്തനുമായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഒരു പാസ്റ്റർ അല്ലായിരുന്നു. ആരെയും വഞ്ചിച്ച ചരിത്രം എനിക്കറിയത്തില്ല, ആരെയും പറ്റിച്ച ചരിത്രം എനിക്കറിയത്തില്ല, ആരോടും ദേഷ്യപ്പെട്ട ചരിത്രം എനിക്കറിയത്തില്ല, ആർക്കും ഒരു ദ്രോഹം ചെയ്ത ഒരു ചരിത്രം അറിയത്തില്ല. ആമേൻ. എൻ്റെ അപ്പൻ ഒരു വിശുദ്ധനായിരുന്നു, എൻ്റെ അപ്പൻ ഒരു വിശ്വസ്തനായിരുന്നു. ഒരു വിശ്വസ്തൻ്റെ മകനാണ് ഞാൻ, ഒരു വിശുദ്ധൻ്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയൂ, എൻ്റെ അപ്പൻ്റെ കരം വയ്ക്കുമ്പോ എന്നെ സ്വർഗം തൊടുന്നത് പോലെ. നല്ല അപ്പന്മാരുടെ കൈയൊന്ന് തലേ വച്ചാൽ അതൊരു അനുഗ്രഹമാണ്. എല്ലാവരുടെയും കരമൊന്നും വാങ്ങിച്ച് വയ്ക്കരുത്. നല്ല അപ്പന്മാരെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള അപ്പന്മാരുടെ കരമൊന്ന് വല്ലപ്പോഴും ഒക്കെ തലേ വെച്ച് പ്രാർത്ഥിക്കണം. അവരൊരു സ്വോത്രം പറഞ്ഞാലും അനുഗ്രഹമാണ്. അവർ നിങ്ങളെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ അവർക്കറിയത്തില്ല. ഒന്ന് തലയിലൊന്ന് കൈവച്ചാൽ മതി. കാണുന്ന എല്ലാവരുടെയും മുമ്പിലൊന്നും കൊണ്ട് തല വെച്ച് കൊടുക്കരുത് കേട്ടോ. പലതുമൊക്കെ ഇഞ്ഞ് കയറും. അങ്ങനെ കയറി വല്ലാത്ത പ്രയാസത്തിലൊക്കെ ഇരിക്കുന്നവരെയൊക്കെ നമുക്കറിയാം. അത് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് വല്ലവരുടെയൊക്കെ കൈവയ്പിൽ കയറി വന്നതാ. ഹല്ലേലൂയ. ഒരു കാര്യം പറയാം, ഗുണപ്പെടുത്തവൻ സ്നാനപ്പെടുത്തിയ ആ സ്നാനപ്പെടുന്നവനും ഗുണം പഠിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവകൃപയും അഭിഷേകവും ഉള്ളവർ സ്നാനപ്പെടുത്തിയ ആ അഭിഷേകം അവരിലൂടെ വ്യാപരിക്കും. ഇന്ന് പലരും സ്നാനപ്പെട്ട് തകർന്നു പോകുന്നതിൻ്റെ കാരണം, സ്നാനപ്പെട്ട് നാശിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാം? എടുത്തുന്നവരും ശരിക്ക് ഗുണം പെട്ടിട്ടില്ല, പട്ട് തകർന്ന് കിടക്കുക. ഒരു കാര്യം ഞാൻ പറയാം, നല്ല അപ്പന്മാരുടെ കൈവയ്പ് നമ്മുടെ തലേ വരണം. ഹല്ലേലൂയ. അത് ഉന്നതന്മാർ അല്ലെങ്കിലും നിൻ്റെ സ്വന്തം അപ്പൻ മതി. എപ്പോഴും എൻ്റെ അപ്പൻ സ്തോത്രം. എനിക്ക് പറയാൻ 100 കാര്യമുണ്ട് കേട്ടോ, 100 കാര്യമുണ്ട്. എൻ്റെ അപ്പ എപ്പോഴും ബൈബിൾ വായനയാണ്. എൻ്റെ അപ്പ എപ്പോഴും പ്രാർത്ഥന. ഏത് പാതിരാത്രി നോക്കിയാലും കത്തിൽ കുത്തിയിരുന്ന് പ്രാർത്ഥന. ഏത് സമയം പോയാലും ബൈബിൾ നിവർത്തി വെച്ച് വായന. അവസാനം കണ്ണ് കാണാതെ ആയപ്പോൾ ബൈബിൾ നിവർത്തി വെച്ച് നെഞ്ചി വെച്ച് ഇങ്ങനെ ഇരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു പിതാവിൻ്റെ മകനാണ് ഞാൻ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് ദൈവം എന്നെ നിർത്തുന്നത്. അതുകൊണ്ടാണ് ശത്രു പരാജയപ്പെടുത്താൻ പൈശാചികൻ വെല്ലുവിളിച്ചിട്ട് കരങ്ങൾ പൈശാചികൻ ഒരുമിച്ച് കോർത്തിട്ടും വിട്ടുകൊടുക്കാതെ ദൈവം നിർത്തിയതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? ഒരു വിശുദ്ധൻ്റെ മകനാ, ഒരു പ്രാർത്ഥിച്ച പിതാവിൻ്റെ മകനാ, ഒരു വിശ്വസ്തൻ്റെ മകനാ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം, 1000 തലമുറ വരെയോ ആമേൻ ദൈവിക കരം നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് ഉറപ്പുള്ളവരൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അപ്പന് മക്കളോട് ഒരു അപ്പൻ ഒരു മോളെ എടുത്ത് തലേ കൈവച്ച് ഒന്ന് തടവി ചേർത്ത് പിടിച്ച ആ അപ്പൻ ചേർത്ത് പിടിക്കുന്നത് പോലെ ലോകത്തെ ആര് ചേർത്ത് പിടിച്ചാലും ഒക്കത്തില്ല. ഒക്കത്തില്ല. കുഞ്ഞേ, അപ്പനാ. അപ്പനെ വിഷമിപ്പിക്കല്ല്, അപ്പനെ വേദനിപ്പിക്കല്ല്, അപ്പനെ പ്രയാസപ്പെടുത്തരുത്, അപ്പനെ നിരാശപ്പെടുത്തരുത് കേട്ടോ. അപ്പനോടൊപ്പം എത്താൻ ഇവിടെ ഒരപ്പന്മാർക്ക് കൊച്ചപ്പന്മാരൊക്കെ കാണും, വലിയപ്പന്മാരൊക്കെ കാണും, വരത്തുപോക്കപ്പന്മാരൊക്കെ കാണും. ഒരുപാട് അപ്പന്മാരെ ഇന്ന് കിട്ടും, ഒത്തിരി അപ്പന്മാരെ കിട്ടും. പൈസ കൊടുത്താൽ എന്താ കിട്ടാത്തേ? അപ്പനെയും കിട്ടും, അമ്മേനെയും കിട്ടും. പൈസ കൊടുത്താൽ അപ്പനെയും അമ്മയും പോയിട്ട് ബാക്കി എല്ലാം തരാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം അതും കിട്ടും. എത്ര അപ്പന്മാരെ വേണം? അവരഭിനയിച്ചിട്ട് പോകും. പക്ഷെ നിനക്ക് വേണ്ടി രാത്രികളെ പകലാക്കി ചോര നീരാക്കി നിനക്ക് വേണ്ടി നിനക്ക് ജന്മം തന്ന അപ്പനെ പോലെ അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ ഒരപ്പനെയും കിട്ടില്ല, ഉറപ്പാ. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത് അപ്പന് മക്കളോട് അപ്പൻ്റെ ഒരു 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 പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പന് മക്കളോട് എപ്പോഴും കരുണ തോന്നും. കനിവില്ലാത്ത അപ്പയല്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ പിള്ളേരെ എടുത്തിട്ട് അടിക്കും, വഴക്ക് പറയും, ഒക്കെ പറയും. പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ മക്കളോട് ചോദിച്ചു നോക്ക്, അവരെൻ്റെ നെഞ്ചത്ത് തന്നെ വന്ന് കിടക്കും. ഹല്ലേലൂയ. അവരെ ഞാൻ ചേർത്ത് പിടിക്കും, അവരെ ഞാൻ വിടത്തില്ല. അവരെ അടിക്കും, വഴക്ക് പറയും, ചിലപ്പോൾ അല്ലാതെയൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറമായിട്ട് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് തീർത്ത്. അതുകൊണ്ടാണ് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവർക്ക് ആ സ്നേഹം മനസ്സിലാകുന്നത്. അപ്പൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരുതൽ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഉണ്ടോ?
ഈ ഭൂമിയിലെ അപ്പനൊരു പരിധിയും പരിമിതിയും ഉണ്ട് കുഞ്ഞേ. ഈ ഭൂമിയിലെ അപ്പനൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷേ ഭൂമിയിലെ അപ്പനെക്കാളും ഒരു നിത്യപിതാവ്. ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അടുത്തു പറയുന്നത് എന്തോ ഒരു പദമുണ്ട്, എന്തെന്നറിയാമോ? നിത്യപിതാവ്. നമ്മുടെ പിതാവ് ചിലപ്പോ 1 വർഷം, അല്ലെങ്കിൽ 10 വർഷം, അല്ലെങ്കിൽ 30 വർഷം, അല്ലെങ്കിൽ 50-40 വർഷം, ഇത്രേ നമുക്ക് ഈ ഭൂമി കിട്ടൂ. അതിൽ കൂടുതൽ കിട്ടട്ടെ നമ്മുടെ അപ്പന്മാരെ. പക്ഷെ ഒരു നിത്യപിതാവ്, ഒരു നിത്യപ്പൻ നമുക്കുണ്ട്. അത് 30, 20, 10, 1, 2 വർഷമല്ല. ഹല്ലേലൂയ. ആ അപ്പൻ നിത്യപിതാവാണ്. നീ മരിച്ചു പോയാലും, നിനക്ക് മരണം സംഭവിച്ചാൽ ഇവിടം കൊണ്ട് തീരത്തില്ല കുഞ്ഞേ. അതെല്ലാ മതവും പറയുന്നുണ്ട്. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത്. അതിനപ്പുറം പോകുമ്പോൾ ഈ നിത്യപിതാവ് നമ്മുടെ കയ്യിൽ പിടിക്കും. ഒരു നല്ല അപ്പന് ആവശ്യമാണോ? എൻ്റെ അപ്പൻ നല്ല അപ്പനാ, കുഴപ്പമില്ല കുഞ്ഞെ, നല്ല അപ്പനായിരിക്കും. ചിലപ്പോൾ അല്പം കഴിയുമ്പോൾ ആ നല്ല സ്വഭാവം അങ്ങ് മാറും. നീ ഒരു ബാധ്യതയായി മാറുമ്പോൾ, നീ ഒരു ബാധ്യതയായി തീരുമ്പോൾ, ആമേൻ, നിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഉയർത്തിപ്പിടിച്ച്, ആമേൻ, നിന്നിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, നിന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നല്ല മോളാ, നല്ല മോനാ. പക്ഷേ നീ ഒരു ബാധ്യതയായി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഭൂമിയിലെ അപ്പന്മാർ ചിലപ്പോൾ മുഖത്തു നോക്കി തള്ളിപ്പറഞ്ഞെന്ന് വരാം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അല്ലേ? നല്ല അപ്പൻ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ തള്ളിപ്പറഞ്ഞെന്ന് വരാം, ചില സമയങ്ങളിൽ മാറ്റി നിർത്തിയെന്ന് വരാം, ചില സമയങ്ങളിൽ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. സ്തോത്രം. എന്നാൽ നിന്നെ ഒറ്റപ്പെടുത്താത്ത, നിന്നെ മാറ്റി നിർത്താത്ത, നിന്നെ സ്നേഹിക്കുന്ന ഒരു നിത്യ അപ്പനുണ്ട്. എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇവിടത്തെ അപ്പൻ്റെ കാര്യമല്ല, സ്വർഗത്തിലെ അപ്പൻ്റെ കാര്യമാണ്. അത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമെന്നെ എല്ലാവർക്കുമുള്ള അപ്പനാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള അപ്പനല്ല, പെന്തക്കോസ്തുകാർക്ക് വേണ്ടി മാത്രമുള്ള അപ്പനല്ല, എല്ലാവർക്കുമുള്ള അപ്പനാണ് നിത്യ അപ്പൻ. നമ്മുടെ എല്ലാം ഒരു നിത്യ പിതാവ്. നമുക്കിവിടെ ഒരു കെയർ ഓഫ് ഉണ്ട്, അപ്പൻ്റെ കെയർ ഓഫ്. അതല്ല, അതിനപ്പുറം ഒരു നിത്യപിതാവ്. 2, ഈ ബൈബിളിൽ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അമ്മയെപ്പോലെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം, അതിൻ്റെ ആമേൻ സ്തോത്രം. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 2, ആദ്യം നമ്മൾ കേട്ട അപ്പൻ്റെ സ്നേഹം, 2 അമ്മയുടെ സ്നേഹം. നമ്മളെ ബൈബിളിൽ ഒരു ദൈവമുണ്ട്, അത് അമ്മയെ പോലെയാണ്. അല്ലേലും ഈ അമ്മയുടെ ആശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ആശ്വാസമാണ്. അപ്പൻ എത്ര സ്നേഹവും കരുണയും കരുതലും കാണിച്ചാലും ചില സമയങ്ങളിൽ അമ്മയുടെ ആശ്വാസം മക്കൾക്ക് കിട്ടണം. അമ്മയുടെ ആശ്വാസം. പ്രൈസിൽ ഒരു ദിവസം എൻ്റെ കൊച്ചുമോൻ കിടന്ന് ഭയങ്കര കരയൊക്കെ. ഞാൻ കൊണ്ട് നടന്നു നോക്കി, കുറേ കൊണ്ട് നടന്ന് കുറേയൊക്കെ വെച്ച് താരാട്ടി ആടി കൊണ്ട് നടന്ന് ഒക്കെ ചെയ്തു. ഒന്നുമില്ല. പ്രൈസിലോ ഒരു ഇതുമില്ല. എൻ്റെ ഭാര്യ ഓടി വന്ന് ഇങ്ങോട്ട് തരീന്നേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മക്കളെ പോട്ട് എന്ന് പറഞ്ഞ് 2 തട്ട് കെട്ടിയപ്പോൾ അവൻ ഉറങ്ങി. കണ്ടോ, അതാണ് അമ്മയുടെ ആശ്വാസം. നമ്മുടെ കൈ പരിവരുത്ത കൈ, അമ്മമാരുടെ സ്പോഞ്ച് പോലത്തെ കയ്യിലിരുന്ന യാത് കുഞ്ഞ് കരയാതിരിക്കും. ഹല്ലേലൂയ. ഒന്ന് ആമമാരോടണച്ച് ആ കുഞ്ഞിനെ ഒന്ന് താരാട്ടുമ്പോൾ ഹല്ലേലൂയ അറിയാതെ ഉറങ്ങിപ്പോകും കേട്ടോ. അതാണ് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ. ഹല്ലേലൂയ. അപ്പൻ ചിലപ്പോൾ കുറ്റം പറയും, നിൻ്റെ കുഴപ്പം കൊണ്ട്, നിൻ്റെ കുറവ് കൊണ്ട്. പക്ഷെ അമ്മ അതൊന്നും ഓർക്കത്തില്ല. 10 മാസം നൊന്തു പ്രസവിച്ച് അമ്മയ്ക്ക് ആ കുഞ്ഞെന്നും ഓമന കുഞ്ഞാ. ഇന്ന് പകൽ ഒത്തിരി അമ്മമാരെ കിട്ടും കേട്ടോ, അമ്മമാരെ കിട്ടും. പക്ഷേ പെറ്റമ്മയെ പോലൊരമ്മയെ കിട്ടത്തില്ല. ഹല്ലേലൂയ. പെറ്റമ്മയെ പോലൊരമ്മയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാ പ്രസവിച്ച 3-ന്റെ അന്ന് കടൽ ഭിത്തിയിൽ വലിച്ചടിച്ച് കൊല്ലുന്ന ശരണ്യമാരെ പോലുള്ള അമ്മമാരും ഉണ്ട്. അത് വേറെ കാര്യം. ഹല്ലേലൂയ. പ്രസവിച്ച 3-ന്റെ അന്ന് കണ്ണൂരിലെ
കടൽ ഭിത്തിയിൽ വലിച്ച് അടിച്ച് എറിഞ്ഞു. എന്നിട്ട് വീണ്ടും പോയി നോക്കി, ചത്തോന്ന്. 10 മാസം ഉദരത്തിലിട്ട് നൊന്ത് പ്രസവിച്ച അമ്മയാണത്. അതും ഒരമ്മയാണ്. നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിൻ്റെ അകത്ത് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് കാമുകൻ്റെ സ്നേഹത്തിനു വേണ്ടി പ്രസവിച്ച് 1.5 മാസം പ്രായമായ കുഞ്ഞിനെ പൊതിഞ്ഞു വെച്ചിട്ട് കാമുകൻ്റെ ബൈക്കിൽ കയറിപ്പോയ ഒരമ്മയുണ്ട്. അങ്ങനെയുണ്ട്. ഇനി ഒന്നും പറയുന്നില്ല, കുറേ ഉണ്ട് അമ്മമാർ, അങ്ങനെയുണ്ട്. അപ്പോൾ തന്നെ സ്നേഹനിധിയായ അമ്മയുണ്ട്. ഹല്ലേലൂയ. സ്നേഹം വാരിക്കോരി ആരൊക്കെ വിട്ടുപോയാലും, ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും, ആരൊക്കെ അപമാനിച്ചാലും, ആരൊക്കെ ശാപവാക്കുകൾ പറഞ്ഞാലും കൂടെ നിന്ന് സ്നേഹിക്കുന്ന ഒരമ്മയുണ്ട്. കൂടെ നിന്ന് സ്നേഹിക്കുന്ന അമ്മമാരുമുള്ള ഒരു ലോകമാണ് എന്ന് പറഞ്ഞു. ആ അമ്മയും ഒരു ദിവസം നിന്നെ തള്ളി പറയോ. പക്ഷേ ബൈബിളിൽ ഒരു അമ്മയുടെ സ്നേഹത്തിന് തുല്യമായൊരു ദൈവമുണ്ട്. അതാ യെശയ്യാവ് 66:13 പറയുന്നത്. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ഹല്ലേലൂയ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കും. ഇനി സ്നേഹിതന് തുല്യമായി സ്നേഹിക്കുന്ന ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. സഭാ സദൃശവാക്യം 17-ാം അധ്യായം 17-ാം വാക്യം കൂടി ഒന്ന് വായിച്ചേ. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി. കണ്ടോ, സഹോദരന് തുല്യമായി സ്നേഹിക്കുന്ന ഒരു ദൈവം. വയനാടിലെ ദുരന്തവും ഉരുൾപൊട്ടലും ഒന്നും നമ്മുടെ നെഞ്ചിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ അവിടെ അനുഭവിച്ചവരുടെ കാര്യം നിങ്ങൾ പറയണോ? വയനാട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ, ഒരു കുടുംബത്തിലെല്ലാം പോയി, ഒരു പെൺകൊച്ചു മാത്രം രക്ഷപ്പെട്ടു. എങ്ങനെ? അല്ല, പേര് ശ്രുതി അല്ലേ? ഒരു പെൺകൊച്ചു മാത്രം രക്ഷപ്പെട്ടു. അപ്പൻ പോയി, അമ്മ പോയി, സഹോദരങ്ങൾ പോയി, ബന്ധുക്കൾ പോയി, ചാർച്ചക്കാരെല്ലാം പോയി. ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടു. അവൾ എല്ലാ ദുഃഖത്തിൽ കിടന്നപ്പോൾ അവളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ജെൻസൺ എന്ന് പറയുന്ന സഹോദരൻ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഒക്കെ പറഞ്ഞു, ഇവളെ ഞാൻ അനാഥയായി ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇനി ഇവക്ക് എല്ലാമായി ഞാൻ കൂടെ കാണും. അപ്പൻ പോയി, അമ്മ പോയി, സഹോദരങ്ങൾ പോയി, ബന്ധുക്കൾ പോയി, പള്ളിക്കാർ പോയി, എല്ലാം പോയി. ഒറ്റയ്ക്ക് ഇനി എങ്ങോട്ട് പോകും? എൻ്റെ ജീവിതം ഇനി എന്തായി തീരുമെന്ന് ഇങ്ങനെ നോക്കി നിന്ന ശ്രുതിയുടെ മുഖത്ത് നോക്കി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ന്യൂസുകാരോട് വിളിച്ചു പറഞ്ഞു, ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ഇവളെ മരണം വരെ ഞാൻ നോക്കുമെന്ന് നെഞ്ചി തട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ജിൻസൺ ഇന്ന് ലോകത്തിലില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ വെന്റിലേറ്ററിലായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അവൾ ഇന്ന് ഒറ്റയ്ക്കായി. ഹല്ലേലൂയ. അപ്പോ ഒരു ബോച്ച, ചെമ്മണ്ണൂർ എന്താ ഒരു പുള്ളി, ബോച്ച അവിടെ പോയി. കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസ് ഞാൻ കണ്ടു. ബോച്ച ഈ പെങ്കൊച്ചിനെ തേടി പോയിട്ട് ന്യൂസുകാർ ബോച്ച വരുന്ന കണ്ടപ്പോൾ എല്ലാവരും കൂടെ പുള്ളിയുടെ പുറകെ പോയി. എന്താ അത്? അവക്ക് ഞാനൊരു സഹോദരനായി ഇനിയുള്ള കാലമുണ്ടായിരിക്കും. ലോകത്തോട് പറഞ്ഞതാ. ചിലപ്പോൾ നാളെ അങ്ങേർക്ക് 1000 സഹോദരിമാർ വേറെ ഉണ്ട്. അതുകൊണ്ട് ഒരു ന്യൂസിന് വേണ്ടിയോ ഒരു മീഡിയയിൽ വന്നോ ചിലപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയോ പറഞ്ഞതായിരിക്കാം. ഇരിക്കട്ടെ, സഹോദരനായി. ഞാനൊരു കാര്യം പറയാം. സഹോദരനായി പെട്ടെന്ന് മാറിയത് അവൾ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചവനായത് കൊണ്ടല്ല. ബോച്ച അവളുടെ രക്തബന്ധമല്ല. അവളെ അന്ന് ആദ്യമായിട്ടായിരിക്കും കഴിഞ്ഞ ദിവസം കണ്ടത്. പക്ഷേ അനർത്ഥകാലം വന്നപ്പോ അവനൊരു സഹോദരൻ ഒന്നും അല്ലെങ്കിൽ ഒരു വാക്ക് ലോകത്തോട് പറഞ്ഞല്ലോ, ഇനി ഒരാങ്ങളയായിട്ട് ഞാൻ അവളെ കൂടെ കാണുമെന്ന്, ഇനി ഒരാങ്ങളയായിട്ട് ഞാൻ അവളോടൊപ്പം നിൽക്കുമെന്ന്. കണ്ടോ, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് സഹോദരനായി തീരുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. ചില സഹോദരന്മാർ അനർത്ഥം വരുമ്പോൾ വിട്ടുപോകും.
അപകടം വരുമ്പോൾ വിട്ടുപോകും. പക്ഷെ ഒരു ബന്ധവുമില്ലാത്തവർ അനർത്ഥം വരുമ്പോൾ അടുത്തു വന്ന് സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ. കുടുംബക്കാർ നിന്നെ വിട്ടുപോകും കേട്ടോ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരങ്ങൾ നിന്നെ വിട്ടുപോകോ. നിന്റെ വീട്ടിൻ്റെ അകത്ത് ജനിച്ചവർ ചിലപ്പോൾ നിന്നെ പഴിച്ചു ദുഷിച്ചെന്ന് വരോ. കൂടപ്പിറപ്പുകൾ, കുടുംബക്കാർ, പള്ളിക്കാർ, സഭക്കാർ എല്ലാം ആയവർ പോകും. പക്ഷെ ഒരു ബന്ധവുമില്ലാത്ത ചിലര് നിന്റെ സഹോദരനായി തീരുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്നു പകൽ അതാണ് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പിൻബലം. ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഒരു കാര്യം ഞാൻ പറയാം. നിനക്ക് സഹോദരന്റെ സ്നേഹമായി യേശു കൂടെയുണ്ട്. അപ്പന്റെ സ്നേഹമായി ദൈവം കൂടെയുണ്ട്. അമ്മയുടെ സ്നേഹമായി ദൈവം കൂടെയുണ്ട്. ഇന്നു പകൽക്കാലം ഈ ബൈബിളിൻ്റെ അകത്തുള്ള ദൈവമെന്ന് പറയുന്നത് മതത്തിലുള്ളവരെ മാത്രം അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു അപ്പനല്ല കേട്ടോ. നിനക്ക് ഭാരം വരുമ്പോൾ കഥാപുസ്തകമോ വീക്കിലിയോ മംഗളമോ മനോരമയോ എടുത്ത് വായിച്ചാൽ ചിലപ്പോൾ ബോറടി മാറും. എന്നാൽ നിനക്ക് ഭാരം വരുമ്പോൾ, നിന്റെ വഴികളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ, നിന്റെ അപ്പൻ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, നിന്റെ അമ്മ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, നിന്റെ സഹോദരങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, ഈ ബൈബിൾ തുറന്നൊന്ന് വായിച്ചു നോക്ക്. ഇതിനകത്തുള്ള അപ്പൻ നിന്നെ ആശ്വസിപ്പിക്കോ, ഇതിനകത്തുള്ള അമ്മ നിന്നെ ആശ്വസിപ്പിക്കോ, ഇതിനകത്തുള്ള സഹോദരൻ നിന്നെ ആശ്വസിപ്പിക്കോ, ഇതിനകത്തുള്ള ദൈവം നിന്നെ ആശ്വസിപ്പിക്കോ. ഒരു കാര്യം ഞാനിപ്പോൾ പറയാ, ഈ ബൈബിൾ എന്നും നിങ്ങൾ വായിക്കണോ. ഇതിനകത്ത് നിന്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. എനിക്കിന്ന് ഒരുപാട് പറയാനുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ നിർത്താൻ പോവാ. സൈക്കോളജി പഠിച്ചു പോയില്ലേ മഞ്ജു സഹോദരി? മഞ്ജു സഹോദരി 2 മണിയായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിലിപ്പൊക്കെ കാണാം. ആമേൻ. സൈക്കോളജി പഠിച്ചു പോയില്ലേ? സഭാ ശുശ്രൂഷ നടത്തണമെങ്കിൽ സൈക്കോളജി പഠിക്കണം. താങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കാൻ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ഈ ബൈബിളിലുള്ള അപ്പനെ, ഈ ബൈബിളിലുള്ള അമ്മയെ, ഈ ബൈബിളിലുള്ള സഹോദരനെ, ഈ ബൈബിൾ യേശു കർത്താവിൻ്റെ സഹോദരങ്ങൾ ആരാ? വേദപുസ്തകം പറയുന്നു, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ തന്നെയാണ്. ഒരിക്കൽ യേശുവിൻ്റെ സഹോദരങ്ങളും അമ്മയുമൊക്കെ യേശുവിനെ കാണാൻ വേണ്ടി പുറത്ത് വന്ന് നിൽക്കുക. യേശു ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് വന്ന് നിൽക്കുക. അപ്പോൾ കമ്മിറ്റിയിൽ ഒരാൾ വന്ന് പറഞ്ഞു, നിൻ്റെ അപ്പനും അമ്മയും നിൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ വന്ന് നിൽക്കുന്നു. അപ്പോൾ യേശു കർത്താവ് പ്രസംഗത്തിൽ കൂടെ തന്നെ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങൾ ആരാ? എൻ്റെ അമ്മ ആരാ? അവരല്ല, എൻ്റെ വചനം കേട്ട് പ്രമാണിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നവരാ. ഇന്നു പകൽ എനിക്ക് സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ദൈവകൃപ വിട്ടേനെന്ന് ഞാൻ അടുപ്പിക്കത്തില്ല. ദൈവകൃപ വിട്ടവൻ്റെ വീട്ടിലൊന്നും ഞാൻ കൂടുതൽ പോകത്തില്ല. ഇന്നു പകൽക്കാലം ഒരു ബന്ധവുമില്ലാത്ത ഒത്തിരി സഹോദരങ്ങളെ എനിക്ക് ദൈവം തന്നു. ഈ ശുശ്രൂഷാക്കാലെ എനിക്ക് വേണ്ടി പ്രാണൻ വെച്ച് തരുന്ന, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാണൻ വെച്ച് തരുന്ന അമ്മമാരെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ആമേ സ്തോത്രം. നിങ്ങളൊരു പക്ഷേ ചെറിയ കൊണ്ണി പ്രദേശത്തുള്ളവരെ മാത്രമേ അറിയത്തുള്ളൂവായിരിക്കും. ഇല്ല. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രതികൂലത്തിലായ, ഒരു വേദനയിലായ, ഒരു കണ്ണുനീരിലായ ഞങ്ങൾക്ക് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാ, ഒരു വിഷയം എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത, രാത്രികളെ പകലാക്കി പ്രാർത്ഥിക്കാൻ, ചോര നീരാക്കി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം അമ്മമാരെ എനിക്ക് ഈ ശുശ്രൂഷ കാലയളവിൽ ദൈവം തന്നിട്ടുണ്ട്. ഒരു കൂട്ടം സഹോദരന്മാരെ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒരു വേദനിക്കുന്ന ഒരു വിഷയം അങ്ങോട്ട് പറഞ്ഞാൽ രാത്രികളെ പകലാക്കി പ്രാർത്ഥിക്കുന്ന ചില അമ്മമാരെനിക്കുണ്ട് കേട്ടോ. ഒരുപക്ഷെ എൻ്റെ അമ്മ ചിലപ്പോൾ പ്രാർത്ഥിച്ചെന്ന് വരത്തില്ല, പേരിന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. പക്ഷെ അതിൻ്റെ അവസാനം കാണുന്നത് വരെ, ആ വിഷയത്തിൻ്റെ അറുതി കാണുന്നത് വരെ വിളിച്ചു വിളിച്ച് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ചില അമ്മമാര് എനിക്കെൻ്റെ ഈ ശുശ്രൂഷ കാലയളവിൽ തന്നിട്ടുണ്ട്. അതാ ഈ വേദപുസ്തകം ഞാൻ നെഞ്ചിൽ ചാരിക്കൊണ്ട് നടക്കുന്നത്. അപ്പന് തുല്യം വേദനകൾ ചോദിച്ച് സ്നേഹിക്കുന്ന, പ്രതിതുല്യമായി സ്നേഹിക്കുന്ന ചില ദൈവദാസന്മാരെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്.
സഹോദരൻ തുല്യം സ്നേഹിക്കുന്ന ദൈവസ്ഥല സഹോദരന്മാരെ, ചില ദൈവദാസന്മാരെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആർക്ക് വേണം ഈ കർത്താവിനെ? നീ കണ്ണുനീരിലാകുമ്പോൾ, നീ വേദനയിലാകുമ്പോൾ, നീ പട്ടിണിയിലാകുമ്പോൾ, നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്നെ എല്ലാവരും കുഴിയെടുത്ത് കുഴിക്കകത്തിട്ട് മണ്ണ് മൂടാൻ നിൽക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം അപ്പന് തുല്യമായി സ്നേഹിക്കുന്ന, അമ്മയ്ക്ക് തുല്യമായി ആശ്വസിപ്പിക്കുന്ന, സഹോദരന് തുല്യമായി കരുതുന്ന ഈ ദൈവത്തെ ആർക്ക് വേണോ? ഒന്നുകൂടെ ഞാൻ പറയാം ദൈവമക്കളെ, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഇന്ന് നിങ്ങൾക്ക് അപ്പൻ കാണും, അമ്മ കാണും, സഹോദരങ്ങൾ കാണും. പക്ഷെ ഒരു ദിവസം നിങ്ങൾ ഒറ്റപ്പെടും. ഒരു ദിവസം നിങ്ങൾക്ക് ഇവരുടെ സ്നേഹങ്ങൾ നഷ്ടപ്പെടും. ഒരു ദിവസം ഭർത്താവിൻ്റെ സ്നേഹം നഷ്ടപ്പെടും. ഒരു ദിവസം ഭാര്യയുടെ സ്നേഹം നഷ്ടപ്പെടും. ഒരു ദിവസം അപ്പൻ്റെ സ്നേഹം നഷ്ടപ്പെടും. ഒരു ദിവസം അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടും. ഒരു ദിവസം സഹോദരന്മാരുടെ സ്നേഹം നഷ്ടപ്പെടും. അന്ന് ഈ ബൈബിളിൻ്റെ അകത്തുള്ള അപ്പൻ വെളിപ്പെട്ടു വരൂ. അന്ന് ഈ ബൈബിളിൻ്റെ അകത്തുള്ള അമ്മ വെളിപ്പെട്ടു വരൂ. അന്ന് ഈ ബൈബിളിൻ്റെ അകത്തുള്ള സഹോദരങ്ങൾ. എനിക്ക് അമ്മയുടെ സ്നേഹം ആവശ്യമാണെങ്കിൽ ഇത് ഈ പറയുന്ന ദൈവം അമ്മയായിട്ട് ഇറങ്ങി വരും. നിനക്ക് അപ്പൻ്റെ സ്നേഹം ആവശ്യമാണെങ്കിൽ ഇത് ഈ പറയുന്ന ദൈവം അപ്പനായിട്ട് ഇറങ്ങി വരും. നിനക്ക് സഹോദരങ്ങളുടെ സ്നേഹമാണ് ആവശ്യമെങ്കിൽ ഒരല്പ സാമ്പത്തിക ലാഭത്തിനോ അല്പ കാര്യങ്ങൾക്ക് വേണ്ടി ആ സഹോദരങ്ങൾ തള്ളിപ്പറഞ്ഞാൽ സഹോദരൻ്റെ സ്നേഹമായി ഈ അപ്പൻ ഇറങ്ങി വരും, ഈ ദൈവം ഇറങ്ങി വരും. സഹോദരനായി ഇറങ്ങി വരേണ്ടടുത്ത് സഹോദരനായി ഇറങ്ങി വരും. അപ്പനായി ഇറങ്ങേണ്ടടുത്ത് അപ്പനായി ഇറങ്ങി വരും. അമ്മയായി ഇറങ്ങേണ്ടടുത്ത് അമ്മയായി ഇറങ്ങി വരും. ആ കണ്ണുകൾ അടയ്ക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്